ഹലോ എവ്രി വൺ, വെൽക്കം ടു ആമിസ് വ്ലോഗ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ബിസി ആയിപ്പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതെടുക്കാനുള്ള ഒരു മൂഡ് ആ ടൈമിൽ ഉണ്ടാവാറില്ല. കുറേ തിരക്കിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ, അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റിലാണ്, കുറച്ച് ടൈം ഇഷ്ടം പോലെ എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു ബോറടി സമയം തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, നെക്സ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നാട്ടിൽ പോവാണ്. അപ്പം നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് ഡ്രസ്സസൊക്കെ കാണാമെന്ന് വിചാരിച്ചു, കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒറ്റയടിക്ക് കുറേ ഡ്രസ്സസൊക്കെ മേടിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഒരു മഴക്ക് പോകുമ്പം ഏതെങ്കിലും ഡ്രസ്സൊക്കെ കണ്ടാൽ നമ്മളത് വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഇത് കുറേ അങ്ങനെ വാങ്ങിക്കുന്നത് ഒക്കെ ചീപ്പ് റേറ്റിനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. പണ്ടൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടി കുറേ മേടിക്കുന്ന പോലെ അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല. ഇത് കൂടുതൽ നമുക്ക് ഡെയിലി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ ഡെയിലി യൂസിനും അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് പുറത്ത് ക്യാഷിലൊക്കെ ആയിട്ട് ഇട്ട് പോകാൻ പറ്റുന്ന കുറച്ച് ടോപ്സ് സംഭവങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. കൂടുതലും എനിക്കും മിഹയ്ക്കൊക്കെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ അലൈനിൽ കരാമ സെൻറ്ററിൽ നിന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ള ഒരു കവർ ഐറ്റംസ് കാണിച്ചു തരാം. കരാമ സെൻറ്ററിലെ സാധാരണ ഞങ്ങൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 9 ഇയേഴ്സിൽ ഒരു 10 ഇയേഴ്സ് ആയി തോന്നുന്നു അലൈനിൽ ഇവിടെ കരാമ സെൻറ്റർ അപ്പം തൊട്ട് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ തീരെ അവിടെ അവൈലബിളും പോയിട്ടുണ്ട്. തീരെ അവിടെ നിന്ന് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാറില്ല. 1-2 പ്രാവശ്യം മാത്രമാണ് അവിടെ പോയിട്ട് എന്തോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോഴത്തേനും അവിടെ ഭയങ്കര സമ്മർ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് അവിടെ ഇതുവരെ പോയില്ല എന്ന് വാങ്ങിച്ചില്ല എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു വിഷമം തോന്നി. അപ്പം ഈ പൊട്ടനെ ലോട്ടറി അടിച്ച മാതിരി എന്നൊക്കെ പറയുന്ന മാതിരി എന്തൊക്കെയോ വാരി വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം കരാമ സെൻറ്ററിൽ നിന്ന് മേടിച്ച ഐറ്റംസ് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഇങ്ങനത്തെ കുറച്ച് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന കുറച്ച് ടീഷർട്ട് മോഡല്. എനിക്കിപ്പം റീസെൻ്റ്ലി ഈ ഒരു ടൈപ്പ് ടീഷർട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ക്രീം ഷെയ്ഡിൽ കുറച്ച് പെയിൻറ്റ് പാട്ട തട്ടിപ്പോയ പോലെ ഫെയ്ഡഡ് കളർ മാതിരി വരുന്ന ഒരു ഡിസൈനിലുള്ള ഒരു ജസ്റ്റ് ഒരു കാഷ്വൽ ടീഷർട്ട്. അടുത്തത് എൻ്റെ കൈമേ മുത്തുക്കൂടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചോ? അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം ഈ ഒരു മുറിവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഞാൻ പറയുന്നില്ല. അടുത്തത് ഒരു ഷോർട്ട്, ഇതൊരു കോട്ട് സെറ്റാണ്. ഇത് ആക്ച്വലി 1991 എന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോഴാണ് അത് 1997 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഒരു കോട്ട് സെറ്റാണ്. ഇതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ഷർട്ടും ഒരു ബനിയനും കൂടെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് നല്ല ബിഗ് സൈസും ട്രൗസർ കുറച്ച് ഷോർട്ടുമാണ്. അപ്പം ഈ ബനി ഞാൻ എടുത്തിട്ട് ട്രൗസർ നിഹയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനാണ്. പക്ഷെ അത് ഭയങ്കര കൂളൊരു ടീഷർട്ടാണ്. നല്ല രസമുണ്ട്, നല്ലൊരു കളർ കോമ്പിനേഷൻ. ഒരു ബേജ് പോലെ ക്രീം കളറും പിന്നെ ബ്ലാക്കും. ഓ സോ കൂൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിനാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത്. 10 ദിർഹത്തിന് താഴെയുള്ളൂ പ്രൈസ്. ഇത് ഒരു 15 ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. പ്രൈസ് ടാഗ് ഒന്നുമില്ല, എന്നാലും ഭയങ്കര ചീപ്പ് പ്രൈസിനാണ്. ഇതിപ്പോൾ പ്രൈസ് ഉണ്ട്. ഇത് 19 ദിർഹംസ്. ഇത് നിഹയ്ക്ക് എടുത്ത കോട്ട് സെറ്റ പോലത്തെ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ വർഷം നാട്ടിൽ പോകാൻ വേണ്ടി എടുത്ത ഡ്രസ്സുകളാണ് ഇപ്പം നമ്മളിങ്ങനെ വീട്ടിലിട്ട് ഓൾമോസ്റ്റ് അത് ഫെയ്ഡായി ഇങ്ങനെ കളയാനുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്താണ് നമ്മൾ വീണ്ടും അടുത്തൊരു ട്രിപ്പ് കുറച്ച് ബണ്ടിൽ ഓഫ് ഡ്രസ്സസ് വീണ്ടും എടുക്കുന്നത്. ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെയും പർച്ചേസ് ചെയ്തിട്ട് വരും. അപ്പോൾ അത്യാവശ്യം വീട്ടിലിടാനും മഴക്കാലമൊക്കെ ആണല്ലോ, ഇട്ടാൽ ഉണങ്ങി കിട്ടൊക്കെ വേണ്ടേ. അപ്പോൾ 1 മന്ത് കഷ്ടി ഒരു 1.5 മാസമൊക്കെ കഷ്ടി നിൽക്കുന്നുണ്ടാവുള്ളൂ. എന്നാലും ഡ്രസ്സസ് മാറി ഇടാൻ ഉണ്ടാവണല്ലോ വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇത് ബ്ലാക്ക് കളർ ഒരു ഷോർട്ട്സും, ഈ ഷോർട്ട്സിന് സൈഡിൽ കണ്ടോ അങ്ങനെ ഒരു പിങ്ക് കളറിൽ ഷിമ്മറി ഷെയ്ഡിൽ വരുന്ന ഒരു എന്താ പറയുക, എന്തോ ലെറ്ററിങ് ഒക്കെ ഉണ്ട്. വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. കുംഫു പാണ്ട എൻ്റെ ഒരു പിക്ചറൊക്കെ ആയിട്ട് അത് കോട്ട് സെറ്റാണ് വരുന്നത്. ഐ മീൻ
സെറ്റാണ്, 2 പീസാണ് വരുന്നത്. അതുപോലെ ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഇത്. ഇതിൻ്റെ കളറ് കണ്ടിട്ട് ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. ക്ലോത്ത് വൈസ് ആക്ച്വലി ഇത് അത്ര ഭയങ്കര സൂപ്പർ കൂൾ ഫാബ്രിക് ഒന്നല്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്, ഒരു നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റും. ഇപ്പോഴത്തെ മോഡലാണല്ലോ ഇങ്ങനത്തെ സൈഡിൽ ഇങ്ങനെ സ്ട്രീപ്സ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഒരു കളർ കോമ്പിനേഷൻ ബ്രൗണിൽ ഇതുപോലെ വൈറ്റ് ഇത് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ടോപ്പ് ഉണ്ട്, അത് രണ്ടും കൂടെ ഒരുമിച്ച് 2 പീസായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉള്ളതിൽ കുറച്ച് പ്രൈസ് കൂടിയ ഐറ്റംസ് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും കേട്ടോ. എന്ന് വിചാരിച്ച് ഭയങ്കര പ്രൈസാണെന്ന് വിചാരിക്കരുത്. 40 ദിർഹംസ് ഇതിനുള്ളൂ. അപ്പോൾ ഞാൻ ടോപ്പ് വരുന്നത് ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പം പോകാൻ പറ്റുന്നില്ല, പക്ഷെ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തീർച്ചയായിട്ടും റെഗുലർ ജിമ്മിൽ പോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഓക്കെ, അടുത്തതൊരു നേരത്തെ കാണിച്ച പോലത്തെ ഒരു ടോപ്പ് കാണിക്കാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്കിൻ ടോണിലൊക്കെയുള്ള ആൾക്കാർക്ക് ഭയങ്കര കോംപ്ലിമെൻറ്റ് തരുന്ന ടൈപ്പ് ഒരു കളറാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടീഷർട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സുഖമാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ സമ്മറിൽ വന്നിട്ടുള്ള ന്യൂ കളക്ഷൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ടീഷർട്ട് വൈറ്റ്, ഇതൊക്കെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചുമ്മാ മേടിച്ചതാണ്. മറ്റേ കാണിച്ച പാൻറ്റൊക്കെ നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പം ഞാൻ മിക്കതും എയർപോർട്ട് ട്രാവൽ ചെയ്യുമ്പം ചിലപ്പം ആ ഒരു പാൻറ്റ് ഇടാനാണ് ചാൻസ്. അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ടീഷർട്ട് പെയർ ചെയ്തിട്ട് ഇടാനായിരിക്കും ചാൻസ്. ഇതൊരു നല്ലൊരു വൈറ്റ്, ഇത് നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് അല്ലേ, നല്ല രസമുണ്ട്, നല്ല റേറ്റ്. ഇതിനൊരു 5 ദിർഹംസ് ഒക്കെ പ്രൈസ് ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഇവിടെ എന്താ ചോദിക്കുന്നുണ്ട്, അതിനുള്ള മറുപടി നമുക്ക് പിന്നെ കൊടുക്കാം അല്ലേ, സമയമില്ല. ഇത് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചൊരു പാൻറ്റാണ് കേട്ടോ. നല്ല വൈറ്റ് ലെഗ് വരുന്ന ഒരു ലാസോ പോലത്തെ ഒരു പാൻറ്റാണ്. അതിൽ നല്ലൊരു ലേസ് ഡീറ്റെയിലിങ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് കെട്ടി വയ്ക്കുന്ന ഡ്രസ്സുണ്ട്. ഈ ഒരു ടൈപ്പ് പാൻറ്റ് ഞാൻ കുറേ 1-2 ഔട്ട്ലെറ്റ് സെൻറ്ററിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒന്നും ഇപ്പം ഈ ഒരു ടൈപ്പ് പാൻറ്റ് കാണുന്നില്ല. ഇതും കറക്റ്റ് ഫിറ്റിംഗ് തന്നെയാണോ അതേപോലെ കംഫർട്ടാണോ എന്നൊന്നും അറിയാത്ത കാരണം ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഫ്രീ സൈസാണ്, ഇതിൻ്റെ വേറെ അങ്ങനത്തെ സൈസുകളൊന്നും ഇല്ല. അപ്പം ഞാൻ ഒറ്റ പീസ് എടുത്തുള്ളൂ. പിന്നെ അതിൻ്റെ സെയിം തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞാൻ ബ്ലൂ എടുത്തിരുന്നു, പക്ഷേ അത് ഇതിൻ്റെ അതേ കട്ടിങ് ഒന്നും അല്ലായിരുന്നു, അത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അതാണ് ഞാനത് മാറ്റി വാങ്ങിച്ചിട്ടോ. സിമ്പിൾ ഒരു ക്രോപ്പ് ടോപ്പാണ്. ഏതെങ്കിലും നമുക്ക് സ്ലീവ്ലെസ് ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ ഉള്ളിലെ ഒരു ഇന്നർ പോലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്. അപ്പം എൻ്റെ ഓൾറെഡി ഉള്ളത് ഇട്ടിട്ട് വല്ലാതെ എന്താ പറയുക പഴകി പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു പുതിയ എണ്ണം മേടിച്ചു, ബ്ലാക്ക്. പിന്നെ അതൊക്കെ വെറും 5 ദിർഹത്തിന് മേടിച്ചതാണേ. ഇതും അതേപോലെ ഒരു ഡെനിം ലുക്ക് തരുന്ന ഒരു ഫുൾ സ്ലീവ് ഒരു ടോപ്പാണ്. ഭയങ്കര കംഫർട്ടാണ് ഇടാൻ, ഭയങ്കരമായിട്ട് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിങ്ങനെ ഒരു ജീൻസിൻ്റെ പോലെ മെറ്റീരിയൽ തോന്നിക്കെങ്കിൽ കൂടി ഇതൊരു സാധാരണ ഒരു ബനിയൻ സ്റ്റഫാണ് കേട്ടോ. പക്ഷെ ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ഫുൾ സ്ലീവ് ഒരു ഇട്ടിട്ടും അത്രയും വലിയ കുഴപ്പമില്ല. ഈ ഒരു സമ്മർ ടൈമിൽ ഇട്ടിട്ട് പോലും അത്ര ബുദ്ധിമുട്ട് തോന്നിക്കില്ല. നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല കറക്റ്റ് ഫിറ്റിലൊക്കെ കിടക്കുന്ന ഒരു ടോപ്പാണ്. ഇത് കളർ ഒരു ഫെയ്ഡായ പോലെയൊക്കെ തോന്നുമെങ്കിലും അത് അങ്ങനത്തെ ഒരു മോഡലാണ്. അടുത്തതായിട്ട് ഒരു പാൻറ്റാണ്. ഇത് നിഹാക്കിയിലാണെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ജസ്റ്റ് ബാക്കിലൊക്കെ പോക്കറ്റ്, സൈഡ് പോക്കറ്റൊക്കെ വരുന്നുണ്ട്. യെസ്. പിന്നെ ഇനി 5 ദിർഹത്തിന് കുറച്ച് ടോപ്സ് കാണാം. ഒരു ജസ്റ്റ് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി മേടിച്ചൊരു പിങ്ക് കളർ ടോപ്പ്. അതുപോലെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് എനിക്ക് ഉണ്ടായിരുന്നു, ഒരു ബ്രൗൺ. അതെനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്രിൻറ്റ് വേറൊരു കളറ് ബ്ലൂ എനിക്ക് ഇടാൻ ഇഷ്ടമുള്ളൊരു കളറാണ്. അത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും വാങ്ങിച്ചു. യെസ്. അപ്പോൾ അങ്ങനെ അത് 2 ടോപ്പ്. പിന്നെ അത് ഭയങ്കര തൊട്ടാൽ ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയൽ. ഒരു ബനിയൻ സ്റ്റഫിലാണ്. നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് ഫീലിംഗ് ആയിട്ടല്ലോ.
അങ്ങനത്തെ ഒരു ഇതാണേ. ഇതിന് നെക്ക് ഇച്ചിരി ഇതാണെന്ന് തോന്നുന്നു, വൈഡാണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഒരു സിമ്പിൾ ഒരു ടോപ്പ്. ഇത് നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ ഇടാം. അടുത്തത് വീണ്ടും എനിക്കൊരു ക്രീം കളർ, ഓഫ് വൈറ്റ് കളറിലൊരു ജീൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അന്ന് എനിക്കൊരു ഫുൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറേ അലഞ്ഞു ആ ഒരു മാച്ചിങ് ടോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നേരെ കരാമ സെൻറ്ററിൽ പോയാൽ മതിയായിരുന്നു, നമുക്ക് കറക്റ്റ് സാധനം കിട്ടിയാണ്. അന്ന് ഫോട്ടോഷൂട്ടിന് ഇട്ട ടോപ്പ് അത്രയും ഡെയ്യുമായില്ല. സാരമില്ല, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു ടോപ്പ് വെച്ച് പെയർ ചെയ്തിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ പിന്നെ ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചൊരു ടോപ്പാണേ. അത് അങ്ങനെ 1-2 കൂടെ എടുത്തിട്ടുണ്ട്. 2 ടോപ്പ്. ഒരു ബീച്ചിൽ കാറ്റ് കൊള്ളാനിരിക്കുന്ന ഒരു കുട്ടിയുടെ പ്രിൻ്റൊക്കെ ആയിട്ടുള്ളൊരു. പിന്നെ ഇത് ജാനൂട്ടന് മേടിച്ച ഗദ്ദറിൻ്റെ മോനെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ടീഷർട്ടാണ്. ഒരു ട്രൗസറും അതിൻ്റെ ഷർട്ടുമാണ്. ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ചെറുതുപോലെ എനിക്ക് തോന്നാൻ കൊള്ളുന്നു എന്തോ. ഇനിവേ നോക്കാം. ഒരു ബീച്ച് വെയർ പോലത്തെ ഒരു ടീഷർട്ട്, ഇതൊക്കെ ജാനൂട്ടനാണ്. ഇതൊരു നമുക്ക് നൈറ്റ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ഫ്രോക്കാണ്. യെസ്, നീക്കി തരാം. പിന്നെ അതൊരു 20 dirhams അത്രയൊക്കെ ഉള്ളൂ ഇതിനൊരു 9 dirhams 10 dirhams ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു ക്യൂട്ട് ഒരു ക്യാറ്റോ ജിറാഫോ ഇങ്ങനെ തല വെച്ചാൽ യെസ്, നീക്കി തരാം. പിന്നെ വാങ്ങിച്ചത് ഇതൊരു കോട്ട് സെറ്റ് പോലെ വരുന്നത്. ടോപ്പും രണ്ടും കൂടെ 9 dirhams വരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വെറുതെ ഡെയിലി വരുന്നത്. ഇപ്പം ഇതിന് ടോപ്പ് ഞാൻ എടുക്കും, പാൻറ്റിന് എനിക്ക് കൊടുക്കും. പാൻറ്റ് ഒരു 3/4 ലെങ്ത്തിലാണ് വരുന്നത്. ഇതിൽ തന്നെ ഒരു ഗ്രീനും ഉണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ ഓൾറെഡി വീട്ടിലിടാൻ തുടങ്ങി. പിന്നെ ഇതേപോലെ ഒരു കോട്ട് സെറ്റും കൂടെ എടുത്തിരുന്നു. അതും ഞാൻ ഇട്ടിട്ട് വാഷ് ചെയ്യാനായിട്ട് എടുക്കുവാണ്. അത് കാണിച്ച ഇത് ജാനൂട്ടന് മേടിച്ച ലബൂബുവിൻ്റെ ക്രോക്സ് ആണ്. ലബൂബു ആണല്ലോ ഇതിരിക്കുന്നത്. ദൈവമേ, അറിഞ്ഞില്ല, ഇപ്പോഴാണല്ലേ ലബൂബുവിനെ കണ്ടത്. എനിവേ ചെക്ക് ഡിസൈന് ഇതും കണ്ടപ്പം ആ യെല്ലോ ഇതൊക്കെ കണ്ടപ്പോൾ എടുത്തു. അവനെ കൊള്ളുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മയ്ക്കും ഒരു ചെക്ക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു 10 dirhams ഒക്കെ ഉള്ളൂ. പിന്നെ ഞാൻ അൽഫോഹമാളിൽ പോയപ്പോൾ മേടിച്ചിട്ടുള്ള ഒരു ഷൂ ആണ്, ഗോൾഡൻ കളർ ഷൂ. ഇത് അൽഫോഹമാളിൽ ഓഫർ നടന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഐറ്റംസൊക്കെ താഴെ ഓഫറിന് ഇട്ടിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയതാണ്. 20 dirhams ഉള്ളൂ. അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്താൽ. പിന്നെ ഞാൻ മെറ്റീരിയൽ റോളിൽ നിന്ന് എടുത്തെന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു 2 മെറ്റീരിയലാണ്. ഇത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നാട്ടിൽ പോണേക്കാൾ മുന്നേ. പക്ഷേ ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പോൾ തൽക്കാലം ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. ഇതൊരു നല്ലൊരു ഇൻഡിഗോ ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂവും വൈറ്റ് കൂടെ മിക്സ് ചെയ്ത് വരുന്ന നമുക്ക് ഒരു അജ്രക്ക് പ്രിൻറ്റിനൊക്കെ ഒരു സാമ്യം തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ്. ഇത് നല്ലൊരു ബ്ലാക്കിൽ വൈറ്റ് ഫ്ലോറൽ ഡിസൈനൊക്കെ ഇടയിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ കൂടെ എടുത്ത ഒരു മെറ്റീരിയൽ ഞാൻ ഓൾറെഡി പാൻറ്റ് സ്റ്റിച്ച് ചെയ്തു. ടോപ്പിൻ്റെ പണി തീർന്നിട്ടില്ല. പിന്നെ 1 more ഒരു ഫാബ്രിക് ഉണ്ട്, ക്രീമിൽ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത്. അതും പകുതി വഴിയിൽ ഇട്ടിരിക്കുകയാണ്, ഫിനിഷ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാനിത് ഫിനിഷ് ആക്കുള്ളൂ. അങ്ങനെ അടുത്ത പാർട്ട് 2ലേക്ക് കിടക്കാം. ഞാൻ അൽഫോഹമാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ഐറ്റംസ് അവിടെ കാണിക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അതിൻ്റെ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന ബോക്സാണ്. ഇത് 2 കൈയും കൂടെ പിടിച്ച് പൊക്കി കാണിക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഈ ഒരു തൽക്കാലം അതിൻ്റെ മുകൾ പാർട്ട് കാണിക്കാം. ഈ ഒരു സീറ്റ് ഞാൻ ഇരിക്കുന്ന ഒരു സീറ്റ് പോലത്തെ ഒരു, ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് മാത്രമായിരിക്കും എന്ന് വിചാരിച്ചു. 5 dirhams ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അതിൽ 2 പാക്കാണെന്ന് വിചാരിച്ചത്, പക്ഷെ ഒറ്റ പാക്കേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്റ്റോറേജ് ചെയ്യാനുള്ള ഇത്രയും തന്നെ വലുപ്പത്തിലുള്ള സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇതിൽ കുഷ്യൻ വരുന്ന ഒരു മൂടിയാണ് അതിൻ്റെ കവർ ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇതുമ്പോൾ നമുക്ക് ഇരിക്കാം. അത്യാവശ്യം ഞാൻ ഇരുന്നിട്ടൊക്കെ ഒരു കൂളായിട്ട് നമുക്കത് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 50 to 55 kg വരെ വെയിറ്റ് ഒക്കെ നമ്മൾ താങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലാണ് ബാക്കി ഐറ്റംസ് ഉള്ളത്. 20 ദർഹത്തിന് ഞാൻ എടുത്തിട്ടുള്ള ഒരു നൈറ്റ് വെയർ ആണ്. ഇത് ആക്ച്വലി സൈസ് XL ആണ്. പക്ഷേ നമ്മൾ നെക്ക് വെയർ ആകുമ്പോഴത്തേനും കറക്റ്റ് സൈസ് നോക്കണം. കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഞാൻ അങ്ങനത്തെ കോട്ട് സെറ്റൊക്കെ ഇടൽ വളരെ കുറവാണ്. ഇപ്പോൾ ഇപ്രാവശ്യം വെറുതെ ഒന്ന് എടുത്തു നോക്കിയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു പാൻറ്റും ടോപ്പും കോളർ ആയിട്ട് വരുന്ന ഒരു ഷർട്ട് മോഡൽ ടോപ്പും പാൻറ്റും ആണ്. പിന്നെ ഇത് നിഹയ്ക്ക് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അതൊക്കെ 10 ദിർഹംസ് ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളുടെ ഫ്രോക്ക്. അപ്പം നിഹയ്ക്ക് ഇതിൻ്റെ സെയിം മോഡൽ സെയിം പാറ്റേൺ വൈറ്റ് ഉണ്ട്. അത് ഇട്ടിട്ട് അവൾക്ക് നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ യെല്ലോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എടുത്തേക്കാം. അറ്റ്ലീസ്റ്റ് നാട്ടിലൊക്കെ പോകുമ്പോഴത്തേനും ഈ ഫ്രോക്കൊക്കെ ഇട്ട് കാണുന്നതാണ് എല്ലാവർക്കും, അമ്മമാർക്കും എല്ലാവർക്കും ഒക്കെ ഇഷ്ടം. പിന്നെ അതുപോലെ ഒരു ബാഗ് കണ്ടപ്പോൾ ഞാൻ എടുത്തു. അതൊരു ഞാൻ എയർപോർട്ടിൽ പോകുമ്പോഴത്തേനും അത്യാവശ്യം ഒരു ബോട്ടിൽ വെള്ളവും നിഹാക്കി ഇടയ്ക്ക് വിശക്കണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാം. അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളും വിചാരിച്ചിട്ട് വിചാരിച്ചും എടുത്തതാണ്. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ റൂള് അനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഒറ്റ ഹാൻഡ് ലഗേജ് മാത്രമാണ് നമ്മുടെ കയ്യിൽ അലൗ ചെയ്യുള്ളൂ. അപ്പം നമ്മളൊരു ട്രോളിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ ട്രോളിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ബാഗേജ് ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം എന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് റൂൾ അനുസരിച്ച് പറയുന്നത്. അപ്പം ഇത് ട്രോളിൻ്റെ അകത്ത് വെച്ചിട്ട് കൊണ്ടുപോകേണ്ടി വരും. അത്യാവശ്യം നാട്ടിൽ വല്ല പുറത്തൊക്കെ ഷോപ്പിങ്ങിനോ അതിനൊക്കെ പോകുമ്പോഴത്തേനും എടുക്കാമല്ലോ. ഇതവിടെ ഓഫർ പ്രൈസിന് കിട്ടിയതാട്ടോ. ചെറിയ പ്രൈസുള്ളൂ ഇതിന്. പിന്നെ നീഹയ്ക്ക് മേടിച്ചൊരു ഫ്രോക്ക് കാണിക്കാം. ഒരു ലെമൺ യെല്ലോ കളറിൽ വരുന്ന ഫ്രോക്കാണ്. ഇതും ഐ തിങ്ക് ഒരു 10 ദിർഹംസിനേ ഉള്ളൂ. ഇത് 2 ടയർ. അത് ഡിഫറെൻറ്റ് സെയിം ലെവലിലല്ല, 2 ലെവലിൽ കട്ടിങ്ങൊക്കെ വരുന്ന നല്ല രസമുള്ളൊരു ഫ്രോക്ക്. അപ്പോൾ അങ്ങനെ 1-2 ഫ്രോക്കാണ് അവൾക്ക് അതിൽ നിന്ന് എടുത്തത്. പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇടാലോ നമുക്ക് വിചാരിച്ചിട്ടൊരു പാൻറ് എടുത്തിരുന്നു. പർപ്പിൾ കളർ ഒരു നല്ലൊരു പാൻറ്. പക്ഷേ ഇത് എനിക്ക് കുറച്ച് ഇവിടം കൊണ്ട് എനിക്ക് ലൂസാണേ. പക്ഷേ ഉള്ളിൽ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് ഉണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇടാം. ഇത് ഞാൻ ചേട്ടനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി. പുള്ളി വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ആൾക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ സ്പോർട്സ് ബ്രാക്ക് അവിടെ ഓഫർ ഉണ്ടായിരുന്നു. 10 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. ആക്ച്വലി പ്രൈസ് ഇത് 55 ദിർഹംസിൻ്റെ സ്പോർട്സ് ബ്രാ ആണ്. 10 ദിർഹത്തിനോട് ഓഫർ ഇട്ടിരുന്നു. ഇതുപോലത്തെ ഫ്ലൂറസൻ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് 2 എടുത്തു. പിന്നെ 20 ദിർഹത്തിന് എനിക്കൊരു പാൻറ് അവിടെ നിന്ന് കിട്ടിയിരുന്നു. നല്ല ഇത് കുറച്ച് അർബാഡായി പോയോ എന്ന് എടുക്കുമ്പോൾ തോന്നിയിരുന്നു. പക്ഷേ വന്നിട്ട് ഇട്ട് നോക്കിയപ്പോഴത്തേനും ഭയങ്കര കൂൾ ഒരു പാൻറ്, നല്ല കറക്റ്റ് ഫിറ്റിങ്. അതിൻ്റെ ഒരു ഇട്ടിട്ട് നമുക്കത് കറക്റ്റ് ഒരു ഫിറ്റിങ്ങാണ്. ഫിറ്റിങ്ങൊക്കെ നല്ല അടിപൊളി, നല്ല രസമുള്ളൊരു പാൻറ്. പിന്നെ ഇതിൻ്റെ കൂടെ ആക്ച്വലി ഇതിൻ്റെ ഷർട്ട് കൂടെ അവിടെ ഓഫറിന് ഇട്ടിരുന്നു. അതെനിക്ക് അത്ര കണ്ടപ്പോൾ ലൂസ് ഫിറ്റ് ഒരു ടോപ്പാണ്, ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഒരു ബ്ലാക്ക് കളർ എന്തെങ്കിലും അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡിൽ എന്തെങ്കിലും ഒരു ടോപ്പൊക്കെ ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീനൊക്കെ ഇടുവാണെങ്കിൽ രസമായിരിക്കും. പിന്നെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ബ്രദേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷർട്ട്, ഒരു ടീഷർട്ട്, അതുപോലത്തെ ഒരു ബ്രിക്ക് കളറ്, അതുപോലെ വൈറ്റും ബ്ലൂ കളറിൽ വിഷ്ണുവിനെ അങ്ങനെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ച 2-3 ടീഷർട്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റുണ്ട്. ഇതൊക്കെ 10 ദിർഹംസ് ഉള്ളാൻ പോകും. യെസ്. പിന്നെ ഈ ഒരു ബോക്സാണ് അതിൻ്റെ കൂടെ മേടിച്ചത്. പിന്നെ ജാനൂട്ടിന് 1-2 ടോയ്സ് മേടിച്ചിരുന്നു. പിന്നെ ജാനൂട്ടിൻ്റെ ടോയ്സ് മേടിച്ചിരുന്നു. അപ്പോൾ ഒന്ന് ഇതിന് 20 ദിർഹംസൊക്കെ ഉള്ളൂ. കയ്യിൽ
ഇതാണ് അടുത്ത ടോയ്. ഇതൊക്കെ അവനെ ഒറ്റ യൂസ് ചെയ്യാനുള്ളതെല്ലാം തോന്നുന്നു. ഇതെന്തോ വലിയ ട്രക്കിൻ്റെ ഉള്ളിൽ കുറേ കാർസൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഐ ഹോപ്പ് ഹി വിൽ ലൈക്ക് ദിസ്. അങ്ങനെ ഇത്രയും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു ബൂട്ട്സ് പോലത്തെ ഷൂ ഉണ്ടല്ലോ, അതും പിന്നെ ഇത് ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ബോക്സ്, അങ്ങനത്തെ 2 മേടിച്ചിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളായിപ്പോയി. അപ്പോൾ അത്രയാണ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ചോക്ലേറ്റ്സ് മേടിക്കണം, നട്ട്സ്, പിന്നെ എനിക്ക് ഷൂ മേടിക്കാനുണ്ട്. ഓൺലൈനിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, തിമ്മൂന്നും ഷെയിമൊക്കെ ആയിട്ട്. അതൊക്കെ ഇനി എപ്പോഴും എത്താമെന്നറിയില്ല. അതൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.